ഹായ്, SP അരുളലാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ 5 ദിവസം മാത്രം ശേഷിക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചിലരുടെയൊക്കെ മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. ഒരുതരം ഭീഷണിയായിട്ട് നമുക്ക് കാണാം. അതായത് റിസൾട്ട് വന്നോട്ടെ, നിന്നെ നോക്കി വെച്ചിട്ടുണ്ട്, കണക്ക് തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അവരോടെല്ലാം പറയാനുള്ളൊരു കാര്യം, ഭീകരമായിട്ടുള്ള തെറിവിളികൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട്. ചിലർ അതിന് കൈകൊട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ചിലർ കരുതുന്നുണ്ട് പേടിച്ചു പോകുമെന്ന് കരുതണ്ട. അവരോട് എല്ലാവരുമായിട്ട് പറയാനുള്ള മറുപടി, ഇത്രയും കാലം പറഞ്ഞത് ഫേക്ക് ID-യിലൂടെയല്ല, എൻ്റെ മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് പറയുന്ന വ്യക്തി ഞാനാണെന്ന് തന്നെ സ്ഥാപിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് ആരെങ്കിലും പ്രീണിപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷ സർക്കാർ മാത്രമേ തുടരുള്ളൂ, അതുകൊണ്ട് ഞാൻ സേഫ് സോണിലാണെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും അല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലരും സേഫ് സോണിൽ ഈ മുഖം മറച്ചിരുന്നിട്ട് തെറി വിളിക്കുന്നവരെ പോലെയോ അക്കൗണ്ട് പൂട്ടി വെച്ചിട്ട് മറ്റുള്ളവരെക്കുറിച്ച് അസഭ്യം പറയുന്നത്, അശ്ലീലം പറയുന്നതാണ് എന്തോ കഴിവ്, അതാണ് എന്തോ വലിയ മിടുക്ക് എന്ന് കരുതുന്നവർക്കപ്പുറത്തേക്ക് ഒരു വ്യക്തിയെക്കുറിച്ചും അശ്ലീലമോ അല്ലെങ്കിൽ മോശം പദപ്രയോഗം നടത്തിയിട്ടില്ല. അതെ, വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയുണ്ട്. ചില കാപട്യമായിട്ടുള്ള മുഖങ്ങളെ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, മുഖ്യധാര മാധ്യമത്തിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലാതെ പ്രീണപ്പെടുത്തലല്ല. അതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിട്ടില്ല, ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചിലർക്ക് ചിലതേ കാണുള്ളൂ, ചിലത് കാണാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കടുക് മണിക്കകത്തൊന്നും പോയി ഒളിക്കാൻ പോകുന്നില്ല, ഈ നാട്ടിൽ തന്നെ കാണും. എല്ലാ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1 ഇഞ്ച് ബാക്കിലോട്ട് പോയിട്ടില്ല. എന്താണോ ഇന്നലകളിൽ പറഞ്ഞത്, അതൊരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് ആ രീതി ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിപ്പോൾ സർക്കാർ മാറിയതുകൊണ്ട് ഇനി മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിത്താവളങ്ങൾ തേടും എന്ന് കരുതുകയോ, അല്ലെങ്കിൽ ഇനി അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് വേട്ടയാടി ഇല്ലായ്മ ചെയ്ത് കളഞ്ഞാൽ അതിൽ ഭയപ്പെട്ട് നാട് വിട്ട് പോകത്തൊന്നുമില്ല. ഈ നാട്ടിൽ തന്നെ തുടരും. ഈ നാടിൽ തന്നെ ജീവിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ജീവിക്കാൻ എത്ര വയസ്സ് വരെ ജീവിക്കുമോ അതുവരെ ജീവിച്ച് മരിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിലും ആത്മധൈര്യത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നല്ല ഉറപ്പുണ്ട്, എന്താണോ എതിർപക്ഷത്തുള്ളവർ അവർ ശത്രുതാപരമായിട്ട് തന്നെ അത് ഉൾക്കൊള്ളുകയുള്ളൂ. അവരുടെ എല്ലാവരുടെയും രോഷത്തിന് പാത്രമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് എല്ലാ കാലത്തും നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ അധികാരം കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ജയിലിലിട്ടാൽ അങ്ങ് പേടിച്ചു പോകുന്നല്ല, ജയിലിലല്ല, ഇനി എവിടെ ഇട്ടാലും പുറത്തിറങ്ങിയാലും ഇതൊക്കെ തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ തെറി വിളിച്ചോ മെസ്സഞ്ചറിൽ കൂടെ ഭീഷണി മെസ്സേജ് അയക്കുന്നവരൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളും മുഖം കാണിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എത്ര പേരുടെ മുന്നിലേക്ക് മുഖം കാണിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ താഴെ വന്നിട്ടും തെറി വിളിക്കുന്ന അനേകം പേരുണ്ട്. ഈ തെറി വിളി എന്നൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതെല്ലാം ഒരു പൂമാലയാണ്. കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലെങ്കിൽ, അതിനൊരു പ്രാധാന്യവുമില്ലെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ ആർക്കും കൊള്ളുന്നില്ലെങ്കിൽ അതിൽ തെറി വിളിക്കേണ്ട കാര്യമില്ല, ആരും അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ തെറി വിളി തന്നെ എന്താണ്? പറയുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടൊരു കാര്യം, ഇവിടെ തന്നെ കാണും. ഇവിടെയാണ് ജനിച്ചതെങ്കിൽ ഈ മണ്ണിൽ തന്നെ കാണും. ഇനിയിപ്പോൾ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയും എന്നാണ് ഭീഷണിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഉയരവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ തന്നെ കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ഇല്ലാതാക്കി കളയാം. അങ്ങനെ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചോളൂ. അതിനപ്പുറത്തേക്ക് നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, സമൂഹത്തിലെ ചൂഷണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. അതിൽ എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് വ്യാഖ്യാനിച്ചാലും അതെൻ്റെ പ്രശ്നമായി കാണുന്നില്ല. അതുകൊണ്ട് സർക്കാർ തുടരും എന്നുള്ള പ്രതീക്ഷയിലല്ല, ഞാൻ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെ പറയുകയാണ്.